بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ എന്ന കിതാബിലെ അഅ്മാലുൽ ഖുലൂബ്, ഖൽബിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച അലിക്സീർ എന്ന ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ദർസിൽ നാം സംസാരിച്ചത് അല്ലെങ്കിൽ വായിച്ചത് മൻസിലത്തുൽ മുറൂഅ, സൽ ഗുണങ്ങളുടെ കൂടിച്ചേർന്നിട്ടുള്ള മുറൂഅത്ത് എന്ന് പറയുന്ന മാന്യത എന്നോ നല്ല സ്വഭാവങ്ങളെന്നോ എന്നെല്ലാം പറയാൻ സാധിക്കുന്ന മുറൂഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത മൻസിലത്തുൽ അദബ്, മര്യാദകളുമായി ബന്ധപ്പെട്ട്, മര്യാദ എന്ന് നമ്മൾ പറയാറുള്ള അദബുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഇൽമുൽ അദബ്, മര്യാദയുമായി ബന്ധപ്പെട്ട ഇൽമു എന്നുള്ളത്, അദബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് എന്താണ്? അങ്ങനെ പറഞ്ഞാൽ ഇൽമുൽ അദബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദബ് എന്നുള്ള പദം അറബി ഭാഷയിലെ സാഹിത്യത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും അദബ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇൽമുൽ അദബ് എന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം, അറബി ഭാഷയുടെ സാഹിത്യത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും അദബ് എന്ന് പറയാറുണ്ട്. ഇവിടെ ഉദ്ദേശം ഒരു മനുഷ്യന്റെ നല്ല പെരുമാറ്റങ്ങൾ, സംസാരങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ മര്യാദയുള്ളവനാവുക എന്നുള്ള നിലക്കാണ്. എന്താണ് ഇൽമുൽ അദബ് എന്ന് പറഞ്ഞാൽ? ഹുവ ഇൽമു ഇസ്ലാഹിൽ ലിസാനി വൽ ഖിതാബ്. ഇൽമുൽ അദബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്ന സംസാരങ്ങളാവട്ടെ, ഒരാളോട് ഇടപഴകലാവട്ടെ, അതുപോലെ സംസാരവും മറ്റും കാര്യങ്ങളൊക്കെ അതെങ്ങനെ നന്നാക്കാം എന്നതിനെ കുറിച്ചുള്ള അറിവാണ് ഇൽമുൽ അദബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ ഇസ്വാബത്തി മവാഖിഹി, എപ്പോഴാണ് അത് ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത്, ശരിയായ സമയത്ത് നേരായ നിലക്ക് സംസാരിക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്നീ കാര്യങ്ങൾ. വ തഹ്സീനി അൽഫാദിഹി, പറയുന്ന വാക്കുകൾ ഏറ്റവും നന്നാക്കുക, സംസാരിക്കുന്ന വാക്കുകൾ നല്ലതാവുക. വസിയാനത്തിഹി അനിൽ ഖത്ഇ വൽ ഖലൽ, അബദ്ധങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്നെല്ലാം അവന്റെ സംസാരത്തെയും നാവിനെയും എല്ലാം കാത്തു സംരക്ഷിക്കുക. വഹുവ ശുഅബത്തും മിനൽ അദബിൽ ആം, പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായി മര്യാദ എന്ന് പറയുന്നതിന്റെ ഭാഗമാണ് പ്രത്യേകിച്ചും ഈ സംസാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ അദബിന്റെ വ്യത്യസ്ത മൻസിലത്തുകൾ അദബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൽ അദബു സലാസത്തു അൻവാ, അദബ് എന്നുള്ളത് മൂന്നിനങ്ങളായിട്ട് മനസ്സിലാക്കണം. അദബുൻ മഅല്ലാഹ്, അള്ളാഹുവിനോടുള്ള മര്യാദ, അള്ളാഹുവിനോട് കാണിക്കേണ്ട അദബുകൾ. വ അദബുൻ മഅ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറഇഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച റസൂലിനോടും ആ റസൂലിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ട ദീനി ശരീഅത്ത് നിയമങ്ങളോടും നാം കാണിക്കേണ്ട അദബ്, മര്യാദ. വ അദബുൻ മഅ ഖൽഖിഹി, സൃഷ്ടികളോടുള്ള, നമുക്ക് ചുറ്റും ജീവിക്കുന്ന സൃഷ്ടികളോടുള്ള അദബ്, മര്യാദ. ഈ മൂന്ന് തരത്തിലുള്ള അദബുകൾ മനസ്സിലാക്കണം. അതിന് അതിൽ ഓരോന്നും എങ്ങനെയാണ്, എന്താണ് കാര്യങ്ങൾ എന്ന് ഇബ്നുൽ ഖയ്യിം പറയുന്നു. അൽ അദബു മഅ അല്ലാഹ്, അള്ളാഹുവിനോടുള്ള അദബ് എന്ന് പറഞ്ഞാൽ, മര്യാദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൽ അദബു മഅ അല്ലാഹി സലാസത്തു അൻവാ, അള്ളാഹുവിനോടുള്ള മര്യാദ എന്നുള്ളത് മൂന്നിനമാണ്. പൊതുവായിട്ടുള്ള അദബ് എന്നുള്ളത് മൂന്നിനമാണ്, അള്ളാഹുവിനോട്, റസൂലിനോട്, ദീനി നിയമങ്ങളോട്, അതുപോലെ തന്നെ മറ്റുള്ള സൃഷ്ടികളോട്. അതിൽ അള്ളാഹുവിനോടുള്ള അദബ് അത് മൂന്നിനമുണ്ട്. അഹദുഹ, അതിൽ ഒന്നാമത്തേത് സിയാനത്തു മുആമലതിഹി അയ്യശൂബഹാ ബിനഖീസത്തിൻ, ന്യൂനതകളിൽ വീഴാതെ, ന്യൂനതകൾ കൂടിക്കലരാതെ അള്ളാഹുമായിട്ടുള്ള മുആമലാത്തുകൾ അഥവാ അള്ളാഹുവിനോട് ചെയ്യേണ്ട കർമ്മങ്ങൾ, ബാധ്യതകൾ, കടമകൾ, ആ കാര്യങ്ങളിലെല്ലാം അതിനെ കാത്തു സൂക്ഷിക്കുക, ന്യൂനതകളും കുറവുകളും ഒന്നും ഇല്ലാതെ. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ നിർബന്ധമാക്കിയ കർമ്മങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട ബാധ്യതകളും കടമകളുമുണ്ട്. അതെല്ലാം അതിൻ്റെതായ, ഇപ്പോൾ ഒരു ഇബാദത്ത് നമ്മൾ എടുക്കുക, ഇപ്പോൾ നിസ്കാരം,
അതിനെന്തുണ്ട്? ഷർത്തുകളുണ്ട്, റുക്നുകളുണ്ട്, സുനനുകളുണ്ട്, അങ്ങനെ അതിൽ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ അതിൽ ന്യൂനതകൾ കൂടിക്കലരാതെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അസാനി, രണ്ടാമത്തേത് അള്ളാഹുവിനോടുള്ള അദബിൽ ശ്രദ്ധിക്കേണ്ടത് സിയാനത്തു ഖൽബിക് അൻ യൽതഫിത ഇലാ ഗൈരിഹി, നിന്റെ ഖൽബിനെ സംരക്ഷിക്കുക, കാത്തു സൂക്ഷിക്കുക. എന്തിനെ തൊട്ട്? അള്ളാഹു അല്ലാതെ മറ്റെന്തിലേക്കെങ്കിലും തിരിയുന്നതിനെ തൊട്ട്. അഥവാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ലക്ഷ്യമായിട്ടുണ്ടാകേണ്ടതും നമ്മുടെ പ്രധാനപ്പെട്ട ചിന്തയായിട്ടുണ്ടാകേണ്ടതും അള്ളാഹുവാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് ഖൽബ് തിരിഞ്ഞു പോകുന്നതിനെ തൊട്ട് സംരക്ഷിക്കുക, അള്ളാഹുവിനോടുള്ള അദബിൽ രണ്ടാമത്തെ കാര്യം. അസ്സാലിസ്, മൂന്നാമത്തേത് സിയാനത്തു ഇറാദതിക അൻ തതഅല്ലഖ ബിമാ യംഖുതുക അലൈഹി, നിന്റെ ഉദ്ദേശങ്ങളെ നീ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്റെ ഉദ്ദേശങ്ങളെ നീ കാത്തു സൂക്ഷിക്കുക. ആ ഉദ്ദേശത്തിന്റെ മേലെ അള്ളാഹു നിന്നോട് കോപിക്കുന്ന, നിന്നോട് വെറുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള അവസ്ഥ വരാതെ അള്ളാഹുവിന് വെറുപ്പുണ്ടാകുന്ന, അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന ഉദ്ദേശങ്ങൾ നിനക്കുണ്ടാകാൻ പാടില്ല. അതിൽ നിന്ന് നിന്റെ ഉദ്ദേശങ്ങളെ സംരക്ഷിക്കുക. ഈ മൂന്നെണ്ണമാണ് അള്ളാഹുവിനോടുള്ള അദബിൽ പെട്ട കാര്യം. ഒന്ന്, ചെയ്യുന്ന കർമ്മങ്ങളിൽ ന്യൂനത കലരാതിരിക്കുക. രണ്ട്, അള്ളാഹു മാത്രം ലക്ഷ്യമായി വെക്കുക, അതിൽ വേറൊന്നിലേക്ക് തിരിയാതിരിക്കുക. മൂന്നാമത്തേത്, നിന്റെ ഉദ്ദേശങ്ങളിൽ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന ഒന്നും വരാതിരിക്കുക. വഖാല ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ്, ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, നഹ്നു ഇലാ ഖലീലിൻ മിനൽ അദബ് അഹ്വജു മിന്നാ ഇലാ കസീരി മിനൽ ഇൽം, അദബിൽ നിന്ന്, നല്ല മര്യാദകളിൽ നിന്ന് കുറഞ്ഞ അളവിലേക്ക് നമ്മൾ ആവശ്യക്കാരാണ് വളരെ വലിയ ധാരാളം അറിവിനേക്കാൾ. അഥവാ വലിയ നിലക്കുള്ള അറിവിനേക്കാൾ നമ്മൾ ആവശ്യക്കാരാകുന്ന ഏതിലേക്കാണ്? കുറഞ്ഞ നിലക്കുള്ള അദബിലേക്കാണ്. അഥവാ അദബ് വളരെ പ്രധാനമാണ്. ഇബ്നു മുബാറക് റഹിമഹുള്ളയുടെ തന്നെ മറ്റൊരു അസ്ർ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുണ്ടാകും. ഞങ്ങൾ 30-20 വർഷത്തോളം ഞങ്ങൾ അദബ് പഠിച്ചു. പിന്നീട് 10-20 വർഷത്തോളമാണ് ഞങ്ങൾ ഇൽമു പഠിച്ചിട്ടുള്ളത്. ഒരു താലിബിനെ സംബന്ധിച്ചിടത്തോളം അദബില്ല എങ്കിൽ, നല്ല ഗുണങ്ങളും മര്യാദകളും ഇല്ല എങ്കിൽ അവന്റെ ഇൽമ് അവന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. എന്നാൽ അവൻ അദബ് നല്ല രീതിയിലുണ്ട്, ഇൽമിന്റെ അളവിൽ ലേശം കുറവാണെങ്കിലും ആ ഇൽമിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അവന് സാധിക്കും. അതുകൊണ്ടാണ് ഉലമാക്കൾ പലപ്പോഴും തുലാബുകൾക്ക് ആദ്യം അദബുമായി ബന്ധപ്പെട്ട്, മര്യാദകളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിതാബുകൾ പഠിപ്പിച്ചു കൊടുക്കാറുള്ളതും വായിച്ചു കൊടുക്കാറുമുള്ളത്. ഉദാഹരണത്തിന് മുൻഗാമികൾ അവരുടെ വിദ്യാർത്ഥികൾക്ക് അബു ഇസ്ഹാഖ് അൽ ബീരി റഹിമഹുള്ളയുടെ അത്താഇയ എന്നുള്ള കവിത മറ്റ് കിതാബുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് അത് ഹിഫ്ളാക്കിപ്പിക്കാറുണ്ടായിരുന്നു. തൊലബിൽ ഇൽമിനോടുള്ള ഇഷ്ടവും ദുനിയാവിനോടുള്ള വിരക്തിയും അതുപോലെ നല്ല ഗുണങ്ങളും സ്വഭാവങ്ങളും മര്യാദകളും പാപങ്ങൾ ഒഴിവാക്കുന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ബൈത്താണ് അത്താഇയ അൽ ബീരി റഹിമഹുള്ളയുടെ. അത് വിദ്യാർത്ഥികൾ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടെ മര്യാദകളുമായി ബന്ധപ്പെട്ട് ഇമാം ആജുരിയുടെ അതുപോലെ മറ്റു പല പണ്ഡിതന്മാരുടെയും കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അദബ് എന്നുള്ളത് ഇൽമിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട കാര്യമാണ്. وتأمل أحوال الرسل صلوات الله وسلامه عليهم مع الله എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്ന ഈ കാര്യം ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യമാണ്. വതഅമ്മൽ, നീ ചിന്തിക്കുക, അഹ്വാല റസൂലി സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം മഅ അല്ലാഹ്, നബിമാരുടെ റസൂലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നബിമാരുടെ സംസാരങ്ങൾ, അള്ളാഹുവിനോട് അവർ കാണിച്ച അദബുകൾ അത് നീ ആലോചിക്കണം. വഖിതാബഹും വസുആലഹും, അവരുടെ അള്ളാഹുവിനോടുള്ള ചോദ്യവും അള്ളാഹുവിനോടുള്ള സംസാരവും നീ ശ്രദ്ധിക്കണം. കൈഫ തജിദുഹാ കുല്ലഹാ മശ്ഹൂനതൻ ബിൽ അദബ് ഖായിമതൻ ബിഹി, അവരുടെ സംസാരങ്ങൾ മുഴുവനും അദബുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിലക്കായിരുന്നു. അദബിനോട് ചേർന്ന അവസ്ഥയിലാണ് അവരുടെ സംസാരങ്ങളും. ആ അദബിന്റെ രീതിയിലാണ് അള്ളാഹുവിനോട് അവർ ചോദിച്ചിരുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സംസാരങ്ങൾ, പല നബിമാരുടെയും ദുആകളാവട്ടെ, അതുപോലെയുള്ള വഹി ഇറങ്ങുന്ന സമയത്തുള്ള സംസാരങ്ങളാവട്ടെ ഖുർആനിൽ കാണാൻ സാധിക്കും. അതിൽ ഓരോ നബിമാരും സംസാരിക്കുമ്പോൾ അള്ളാഹുവിനോട് കാണിക്കേണ്ട അദബ് കാണിച്ചുകൊണ്ട് സംസാരിച്ച പല ഉദാഹരണങ്ങളുമുണ്ട്. അത് ഓരോന്ന് ഇബ്നു ഖയ്യിം പറയുകയാണ്. അതിൽ ഒന്നാമത് പറയുന്നത് ഖാൽ മസീഹു അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കാണ്. ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹ്, സൂറത്തുൽ മാഇദയിലെ അവസാനത്തെ ആയത്തുകൾ വരുന്ന ഒരു സംഭവമാണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നസാറാക്കളെ കൊണ്ടുവരും വിചാരണയ്ക്ക് വേണ്ടി.
നസാറാക്കളെ കൊണ്ടുവന്ന് നസാറാക്കളോട് ചോദിക്കും, നിങ്ങൾ ആരെയാണ് ആരാധിച്ചത്? അപ്പൊ നസാറാക്കൾ പറയുക എന്താണ്, പിന്നെ നിന്റെ മകനായിട്ടുള്ള ഈസാ നബി അലൈഹി ഇസ്ലാമിനെയാണ് ഞങ്ങൾ ആരാധിച്ചത്, അല്ലെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ, നിന്റെ ഇണയായിട്ടുള്ള ഈസാ നബി ഉമ്മയായ മറിയമിനെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത് എന്നവർ പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരും. എന്നിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അഅൻത ഖുൽത ലിന്നാസി തഖദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും എൻ്റെ ഉമ്മാനെയും മറ്റുള്ള അള്ളാഹുവിന് പകരമായിക്കൊണ്ട് നിങ്ങൾ ഇലാഹായി സ്വീകരിക്കണമെന്ന് നീയാണോ പറഞ്ഞത് എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കും. ആ സമയത്ത് ഈസാ നബി അലൈഹി ഇസ്ലാം പറയുന്ന മറുപടിയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നീയാണോ അങ്ങനെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എന്താ പറയാ? സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ പറയാ? ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനല്ല പറഞ്ഞത്, അത്ര പറയേണ്ടുള്ളൂ. അതിന്റെ മറുപടി അതാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം പറയുന്ന മറുപടി അള്ളാഹു തആല കൊടുക്കുന്നത്, ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹ്, അള്ളാഹു ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ നീ എന്തായാലും അത് അറിയുമല്ലോ. അതാ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടില്ല എന്നല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നീ അത് അറിയുമായിരുന്നു. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുകയാണ്, വലം യഖുൽ ലം അഖുൽഹു, അവിടെ ഈസാ നബി അലൈഹി ഇസ്ലാം ഞാൻ പറഞ്ഞിട്ടില്ല എന്നല്ല പറഞ്ഞത്. എന്താണ് ഇത് രണ്ടും വലിയ വ്യത്യാസം? ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നീ അറിയുമായിരുന്നല്ലോ എന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മറുപടി പറയുന്നതും കൊണ്ടുള്ള വ്യത്യാസം എന്താണ്? വഫർഖുൻ ബൈനൽ ജവാബൈനി ഫീ ഹഖീഖത്തിൽ അദബ്, ഈ രണ്ട് മറുപടിയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ യാഥാർത്ഥ്യം കിടക്കുന്നത് അദബിലാണ്, മര്യാദയിലാണ്, അള്ളാഹുവിനോട് കാണിക്കേണ്ട അദബിലാണ്. ثم أحال الأمر على علمه سبحانه بالحال وسره, കാരണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നീ അറിയുമായിരുന്നല്ലോ എന്ന് പറയുന്നത് ഏറ്റവും മര്യാദയോടുകൂടി അള്ളാഹുവിനോട് കാണിക്കേണ്ട ഏറ്റവും അദബോട് കൂടിയിട്ടുള്ള വാക്കാണ്. എന്നിട്ട് പറയാണ്, പിന്നെ അതിനുശേഷം ഈസാ നബി അലൈഹി ഇസ്ലാം അതിനെ തുടർന്ന് മറുപടി കഴിഞ്ഞിട്ടില്ല, അതിനെ തുടർന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിലേക്ക് എല്ലാ കാര്യത്തെയും വിട്ടുകൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ അറിവിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ്. ഫഖാല, അതിനെ തുടർന്ന് പറയുന്നുണ്ട്, തഅലമു മാ ഫീ നഫ്സി, റബ്ബേ നിനക്ക് എന്റെ ഉള്ളിലുള്ളതൊക്കെ നിനക്കറിയാം എന്ന വാക്ക് പറഞ്ഞു. ഇബ്നു ഖയ്യിം പറയാണ്, ثم برأ نفسه عن علمه بغيب ربه وما يختص به, അത് പറയുന്നതോടുകൂടി, അഥവാ എന്റെ ഉള്ളിലുള്ളത് നിനക്കറിയാമെന്ന് പറയുന്നതോടുകൂടി ഈസാ നബി അലൈഹി ഇസ്ലാം താൻ നിരപരാധിയാണ്, തനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും നീ അറിയുന്നതാണ് എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഗൈബിയായ ഇൽമുള്ളത് എന്ന് പൂർണ്ണമായി പറഞ്ഞു. സുബ്ഹാന. ഫഖാല, എന്നിട്ട് പറഞ്ഞു, വലാ അലമു മാ ഫീ നഫ്സിക്, എന്നാൽ നിന്റെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ നിന്റെ ചിന്തകൾ അല്ലെങ്കിൽ നിന്റെ അറിവിൽ നിന്ന് എനിക്കൊന്നും അറിയുകയുമില്ല എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം മറുപടി പറയാൻ, എനിക്കൊന്നും അറിയില്ല. ثم أثنى على ربه ووصفه بتفرده بعلم الغيوب كلها, ഇത്രയും പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തി അല്ലാഹുവിന്റെ ഗൈബിയായ ഇൽമിനെ സ്തുതിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വാഴ്ത്തിക്കൊണ്ട് സനാഹ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഫഖാൽ ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണല്ലോ. സൂറത്തുൽ മാഇദയിലെ 109 ആയത്താണ്. അവിടെ ഈസാ നബി അലൈഹി ഇസ്ലാം കാണിച്ചത് അള്ളാഹുവിനോടുള്ള അദബാണ്. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് പകരമായിക്കൊണ്ട് ഞാൻ ചെയ്തിരുന്നെങ്കിൽ നീ അറിയും, എന്റെ ഉള്ളിലെല്ലാം ഉള്ളത് നീ അറിയുന്നവനാണ്, നിന്റെ ഉള്ളിലുള്ളത് ഞാൻ അറിയുന്നില്ല, നീ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണല്ലോ എന്ന അദബോടുകൂടി അള്ളാഹുവിനെ തഅലീം ചെയ്തുകൊണ്ടാണ് ഈസാ നബി അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞത്. അതുപോലെ തന്നെ കദാലിക ഖൗലു ഇബ്രാഹിം അൽ ഖലീൽ അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് കാണാം. പിന്നെ അദ്ദേഹത്തിന്റെ ജനത വിഗ്രഹങ്ങളുടെ മുമ്പിലും അതുപോലെ തന്നെ മറ്റുള്ള ഇലാഹുകളുടെ മുമ്പിലുമെല്ലാം ആരാധനകൾ അർപ്പിച്ചിരുന്ന ഇഅ്തികാഫ് ചെയ്തിരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് ഹിദായത്ത് നൽകിയവൻ. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ, എന്നെ വെള്ളം കുടിപ്പിക്കുന്നവൻ, പാനീയങ്ങൾ കുടിപ്പിക്കുന്നവൻ. വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ,
ഞാൻ രോഗിയായാൽ എന്നെ ഷിഫ ആക്കുന്നവൻ, എനിക്ക് ശമനം നൽകുന്നവൻ. സൂറത്ത് ശുആറയിലെ ആയത്തുകളാണ്. ഇവിടെ നോക്കൂ, എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് ഹിദായത്ത് നൽകിയവൻ, എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ, എന്നെ വെള്ളം കുടിപ്പിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞു. രോഗത്തിന്റെ കാര്യം വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ എന്താണ്? ഞാൻ രോഗിയായാൽ എന്നെ ഷിഫ ആക്കുന്നവൻ. വലം യഖുൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞില്ല വഇദാ അംറദനി, എന്നെ രോഗിയാക്കിയാൽ, എന്നെ അള്ളാഹു രോഗിയാക്കിയാൽ എന്നല്ല പറഞ്ഞത്, ഞാൻ രോഗിയായാൽ എന്നാണ് പറഞ്ഞത്. മുത്തഅദ്ദിയായ നിലക്കല്ല, ലാസിമായ നിലക്കാണ് ആ കാര്യം പറഞ്ഞത്. ഹിഫ്ളൻ ലിൽ അദബി മഅല്ലാഹ്, അള്ളാഹുവിനോടുള്ള മര്യാദയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാത്തൊരു കാര്യമാണ്. തൗഹീദിൽ തന്നെ ലഫ്ലിയായ ശിർക്കിന്റെ വാക്കുകൾ എന്തൊക്കെയാണ് എന്ന് തന്നെ നമ്മുടെ അറിവ് വളരെ കുറവാണ്. കിതാബ് തൗഹീദ് പോലെയുള്ള തൗഹീദിന്റെ കിതാബുകൾ വീണ്ടും വീണ്ടും പഠിക്കുന്നതിലൂടെയാണ് ലഫ്ലിയായ വളരെ ഗോപ്യമായ ശിർക്കിന്റെ ഇനങ്ങൾ, ഖഫിയായ ശിർക്കിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നും അത് നമ്മൾ ഒഴിവാക്കണം നമുക്ക് മനസ്സിലാവുള്ളൂ. പലപ്പോഴും അതറിയാതെ സംഭവിച്ചു പോകുന്നവരാണ് നമ്മൾ ധാരാളം ആളുകൾ. തൗഹീദുള്ള ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്, ശിർക്കിന്റെ ആളുകളെ പറ്റിയിട്ടല്ല. തൗഹീദിന്റെ ആളുകളാണ് എന്ന് വിശ്വസിക്കുന്ന, ആ തൗഹീദിന്റെ ആളുകളാണെന്ന് പറയുന്ന, തൗഹീദിന്റെ പ്രബോധകരായി നിലകൊള്ളുന്ന, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ അവരുടെ അറിവോടുകൂടിയല്ല, എന്നാൽ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും ലഫ്ലിയായ ഷിർക്കിന്റെ വാക്കുകളും സംസാരങ്ങളും പലപ്പോഴും വന്നു പോകാറുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അറിവില്ലാതെ വരുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ, ഖഫിയായ ഷിർക്കിന്റെ ഇനങ്ങൾ. അപ്പോ അതിനേക്കാൾ മുകളിലുള്ളതാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പറയുമ്പോൾ, അള്ളാഹുവിനെ പറ്റി പരാമർശിക്കുമ്പോൾ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കേണ്ട അദബുകൾ. അതിൽപ്പെട്ട ഒന്നാണ് ഷർറായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനാവട്ടെ മറ്റാർക്കാവട്ടെ രോഗം വരണമെങ്കിൽ ആരുദ്ദേശിക്കണം? അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാതെ, അള്ളാഹു തആല തീരുമാനിക്കാതെ ഒരാൾക്ക് രോഗമൊന്നും വരുന്നില്ല. പക്ഷേ ആ കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് ചേർത്തി പറയാതെ അതിനെ അതബോടുകൂടി പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. രോഗമെന്ന് മാത്രമല്ല, പല കാര്യങ്ങളിലും ആ രീതി നമ്മൾ പാലിക്കണം. അതിനൊരു ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഈ ഉദാഹരണം. അതുപോലെ തന്നെ മറ്റു ചില ഉദാഹരണങ്ങൾ. വകദാലിക ഖൗലുൽ ഖദർ അലൈഹിസ്സലാം ഫിസ് സഫീന, സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഖദർ നബിയുടെയും ചരിത്രം പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം നമുക്കറിയാം. കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പലിൽ ചെറിയ ഒരു വിള്ളൽ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അതിനെ ചെറിയ രീതിയിൽ നശിപ്പിക്കുകയും ഖദർ നബി അലൈഹി ഇസ്ലാം ചെയ്ത സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം അതിനെക്കുറിച്ച് ചോദിക്കുകയും എല്ലാം ചെയ്ത സന്ദർഭമുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ 79-ാമത്തെ ആയത്തിൽ അത് ചോദിച്ചപ്പോൾ ഖദർ നബി അലൈഹി ഇസ്ലാം മൂസാ നബിക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, ഫഅറദ്തു അൻ അഈബഹ, ഞാൻ അതിനെ കുറച്ച് ന്യൂനത ഉള്ളതാക്കാൻ വേണ്ടി, കുറവുള്ളതാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചു അതിൽ ചില കുറവുണ്ടാക്കാൻ, അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, കപ്പലിനെ കുറച്ച് ന്യൂനത ഉള്ളതാക്കാൻ ഞാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞു. വലം യഖുൽ, അവിടെ ഖദർ നബി അലൈഹി സ്വലാം പറഞ്ഞില്ല ഫഅറാദ റബ്ബുക അൻ അഈബഹ, റബ്ബ്, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചു ഞാനത് നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചതാണ് ഞാൻ അതിനെ കേടുവരുത്താൻ, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചു ഞാൻ അതിനെ കേടുവരുത്താൻ എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഖദർ നബി അലൈഹി സ്വലാം ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടില്ല. അതേസമയം വഖാല ഫിൽ ഗുലാമൈനി, ഒരു നാട്ടിൽ പോയപ്പോൾ അവിടെ ഒരു മതിൽ തകർന്ന് അത് നേരെയാക്കി വെച്ചപ്പോൾ അതിന്റെ അടിയിൽ ഒരു നിധിയുണ്ട്, ചില സ്വാലിഹ്യങ്ങളായ മാതാപിതാക്കൾ വെച്ചുള്ള നിധി, അത് അതിന്റെ മക്കൾക്ക് രണ്ടാളുകൾക്ക് വലുതായി കഴിഞ്ഞാൽ എടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു. വലുതായി കഴിഞ്ഞാൽ അവർ നല്ല ആരോഗ്യവും പ്രായപൂർത്തിയും എല്ലാം എത്തിക്കഴിയുമ്പോൾ ആ നിധി അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ മതില് നല്ല രീതിയിൽ പണിതതെന്ന് പറയുന്നുണ്ട്. അവിടെ പറയുമ്പോൾ ഖദർ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്ക് ഫഅറാദ റബ്ബുക അൻ യബ്ലുഗാ അശുദ്ധഹുമാ, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചു അവർ പൂർണ്ണമായ ആരോഗ്യത്തിനും പ്രായപൂർത്തിയൊക്കെ എത്തിയിട്ട് അതെടുക്കാൻ വേണ്ടി നിന്റെ റബ്ബ് ഉദ്ദേശിച്ചു എന്ന് സൂറത്തുൽ കഹ്ഫിലെ 82-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരു കുറവായിട്ടുള്ള, അല്ലെങ്കിൽ ബാഹ്യമായി തോന്നുമ്പോൾ ഒരു പ്രശ്നമായി തോന്നുന്ന ഒരു കപ്പൽ നശിപ്പിക്കുന്ന ഒരു കാര്യത്തെ പറഞ്ഞപ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാതെയും, അതേസമയം നല്ലൊരു കാര്യത്തെ പറ്റി പറയുമ്പോൾ അത് അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞ രീതി, ഇതാണ് അള്ളാഹുവിനെ പറ്റി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതുപോലെ വേറെ ചില ഉദാഹരണങ്ങൾ. വകദാലിക ഖൗലു മുഅ്മിനീ അൽ ജിൻ,
സൂറത്തുൽ ജിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന ചില കാര്യങ്ങൾ, മുഅ്മിനീങ്ങളായ ജിന്നുകളുടെ സംസാരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂറത്തുൽ ജിന്നിൽ അറിയിക്കുന്നുണ്ട്. അതിൽ ജിന്നുകൾ ഖുർആൻ കേട്ടപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായ സംസാരങ്ങൾ, അതിലൊരു ആയത്ത് കാണാം, വഅന്നാ ലാ നദ്രി അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർദ്. നമുക്കറിയില്ല ഈ ഭൂമിയിലുള്ള ആളുകളിലേക്ക് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, ഉരീദ എന്നുള്ള അറബി ഭാഷ പഠിക്കുന്നവർക്കറിയാം മജ്ഹൂലിന്റെ ആരാണ് ഫാഇൽ, ആരാണ് കർമ്മം ചെയ്യുന്ന ക്രിയ ചെയ്യുന്ന കർത്താവ് അഥവാ ഫാഇൽ ആരാണ് എന്നറിയാത്ത നിലക്കുള്ള സീഗയിലാണ്, രൂപത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലുള്ളവരോട് ഷർറാണോ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. പറയാണ് വലം യഖൂലു അറാദഹു റബ്ബുഹും. അവിടെ ആ ജിന്നുകൾ പോലും സംസാരത്തിൽ എന്ത് പറഞ്ഞില്ല? ഭൂമിയിലുള്ളവരോട് അവരുടെ റബ്ബ് ഉദ്ദേശിക്കുന്നത് ഷർറാണോ എന്ന് നമുക്കറിയില്ല എന്നവിടെ പറഞ്ഞിട്ടില്ല. ഉദ്ദേശിക്കപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഷർറാണോ എന്ന ഷർറ് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല. പക്ഷെ അതേസമയം സൂറത്ത് ജിന്നിലെ തന്നെ 10-ാമത്തെ ആയത്തിൽ ഹുമ്മ ഖാലു, ആ ജിന്നുകളുടെ സംസാരത്തിൽ അം അറാദ ബിഹിം റബ്ബുഹും റശദ, അതല്ല ഈ ആളുകൾക്ക് അവരുടെ റബ്ബ് നേർമാർഗമാണോ ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല എന്നും പറയുന്നുണ്ട്. അതായത് നേർമാർഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അറാദ ബിഹിം റബ്ബുഹും എന്ന് പറഞ്ഞു, ഷെറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഉരീദു എന്നുള്ള പദത്തിൽ, ഉരീദ എന്നുള്ള നിലക്ക് അവിടെ ഉദ്ദേശിച്ചു. ഉരീദ എന്നുള്ള മജ്ഹൂലിന്റെ സീഗയിൽ അവിടെ ഉദ്ദേശിച്ചു. അപ്പോ അള്ളാഹുവിനോടുള്ള അദബാണ് ഇത്. നമ്മുടെ ജീവിതത്തിലൊക്കെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ലഫ്ലിയായ ഷിർക്കിന്റെ ഭാഗത്ത് തന്നെ രക്ഷപ്പെട്ടുകൊണ്ട് അതിനും മുകളിലായിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള സംസാരത്തിൽ കാണിക്കേണ്ട അദബിന്റെ ഭാഗങ്ങളാണിത്. അള്ളാഹുലേക്ക് ഷെറിനെ ചേർത്തി പറയാതെ ഹൈറിനെ മാത്രം ചേർത്തി പറയുന്നത് കൊണ്ടുള്ളത്. ഇനി ഇത് മാത്രമല്ല, ദുആ ചെയ്യുന്ന സന്ദർഭങ്ങളിലും ഓരോ സാഹചര്യത്തിന്റെയും മറ്റും അവസ്ഥകൾ അനുസരിച്ച് നബിമാർ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞിരുന്ന വാക്കുകളുടെ രീതി തന്നെ വ്യത്യാസമാണ്, അദബിന്റെ രീതിയിലാണ്. ഉദാഹരണം നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാം, ഇബ്നു ഖയ്യിം പറയാണ്, വഅൽതഫു മിൻ ഹാദാ ഖൗലു മൂസ അലൈഹിസ്സലാം. ഇതിൽ വളരെയധികം ഗോപ്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ലത്തീഫായ നിലക്ക് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ. സൂറത്തുൽ ഖസസിലെ 42-ാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ കയ്യബദ്ധം കൊണ്ട് ഖിബ്തിയായ ഒരു വ്യക്തിയെ വധിക്കുകയും അവിടെ നിന്ന് മിസ്രിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വേറൊരു നാട്ടിൽ മദിയനിൽ എത്തുകയും ചെയ്ത സന്ദർഭത്തിൽ അവിടെ ചില കാര്യങ്ങൾ നടന്നു. അങ്ങനെ അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വൃക്ഷത്തിന്റെ താഴെ വിശ്രമിക്കുന്ന അവസ്ഥയിൽ നാട് വിട്ടു, കുടുംബം വിട്ടു, ദൂരെ ഓടി വന്നതാണ്. വീടില്ല, കുടുംബമില്ല, ജോലിയില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. എന്താണത്? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, നീ ഇറക്കിത്തരുന്ന ഏതൊരു കാര്യത്തിനും ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനാണ്. ഇബ്നു ഖയ്യിം പറയാണ്, വലം യഖുൽ അത്ഇംനി. അവിടെ മൂസാ നബി അലൈഹിസ്സലാം എന്നെ ഭക്ഷിപ്പിക്കണേ എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറയുന്നത് തെറ്റല്ല. അദബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയുടെ മേലെയുള്ള ശരിയാണ്, ശരിയുടെ മേലെയുള്ള ശരിയാണ് അദബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ അത്ഇംനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാം എന്തോ തെറ്റ് ചെയ്തു എന്നോ അല്ലെങ്കിൽ മോശം കാര്യം പറഞ്ഞു എന്നോ അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ലാത്ത കാര്യം ചോദിച്ചു എന്നല്ല. പക്ഷെ അള്ളാഹുവിനോട് കാണിക്കേണ്ട അദബിന്റെ മഹത്തായിട്ടുള്ള വളരെ ലത്തീഫായി, ലത്തീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഗോപ്യമായിട്ടുള്ള നിലക്കാണ് അതിൽ അദബ് കാണിച്ചിട്ടുള്ളത്. അതുപോലെയാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ. ഇതെല്ലാം യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ ആലോചിച്ച് നോക്കൂ. അവിടെ എന്റെ മീനിന്റെ വയറ്റിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ യൂനുസ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞ എന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇതെല്ലാം അദബിന്റെ മേഖലയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇബ്നു ഖയ്യിം പറയുന്നത്, ഈ റസൂലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കാണിച്ച അദബ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ, അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, അള്ളാഹുവിനെ പറ്റി സംസാരിക്കുമ്പോൾ അവർ കാണിച്ച അദബ്. നമുക്കതിന് സാധിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനൊരു കാര്യം അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒരു അദബുണ്ട് എന്നുള്ളത് തന്നെ ശ്രദ്ധിക്കാത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൊടുക്കേണ്ട തഅദീമും ഇജ്ലാലും നമ്മളിൽ കൊടുക്കേണ്ട പ്രകാരം കൊടുക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന് കൊടുക്കേണ്ട അള്ളാഹുവിന്റെ ഖദർ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. വഖാല അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ്, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ തഹാവന ബിൽ അദബി ഉഖിബ ബിഹിർമാനിസ് സുനൻ.
ആരെങ്കിലും അദബിൽ നല്ല മര്യാദകൾ കാണിക്കുന്നതിൽ അലംഭാവവും അതുപോലെ തന്നെ അതിനോടൊരു വിലയും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അവനെ സുന്നത്തുകൾ നഷ്ടപ്പെടുന്നത് കൊണ്ട് അതിലൂടെ ശിക്ഷിക്കപ്പെടും. അതായത് അദബിനൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല, നല്ല മര്യാദ എനിക്ക് വേണം, നല്ല ഗുണങ്ങൾ വേണം, അതിന് അങ്ങനെ ഒരു പരിഗണനയെ അവൻ കൊടുക്കുന്നില്ല എങ്കിൽ അവന് സുന്നത്തുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തും. വമൻ തഹാവന ബിസ്സുനൻ ഉഖിബ ബിഹിർമാനിൽ ഫറായിദ്, സുന്നത്തുകളെ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ വില കൊടുക്കാതെ അതിൽ അലംഭാവം കാണിക്കുകയാണ് എങ്കിൽ അവന് ഫർളുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും, ഫർളുകളിൽ വീഴ്ച വരും. വമൻ തഹാവന ബിൽ ഫറായിദ് ഉഖിബ ബിഹിർമാനിൽ മഅരിഫ, ഫർളാണ് അവനിൽ ഫർളായ കാര്യങ്ങളിലാണ് ഒരാൾ അലംഭാവവും മറ്റും കാണിക്കുന്നതെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിൽ അവൻ എന്ത് സംഭവിക്കും? അവന് നഷ്ടം സംഭവിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ അദബ് എന്നുള്ളത് നമ്മുടെ ദീനിനെ മൊത്തം സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം പറയാണ് വൽ അദബു ഹുവദ്ദീനു കുല്ലുഹു, അദബ് എന്ന് പറഞ്ഞാൽ ദീന് മുഴുവനാണ്. ദീന് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദബാണ്. അദബുണ്ടാകണം, ദീനുള്ള ഒരുവന് അദബുണ്ടാകണം. ദീനിയായിട്ട് ജീവിക്കുന്ന ഒരുത്തര് അദബുണ്ടാവണം. മുതദയ്യിനായിട്ടുള്ള ദീന് പരിശീലിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരുവൻ അദീബായിരിക്കണം, അദബുള്ളവനായിരിക്കണം. ഫഇന്ന സത്റൽ ഔറതി മിനൽ അദബ്, എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ് ഔറത്ത് മറക്കുക എന്നുള്ളത്, ഒരാൾ തന്റെ ന്യൂനത തന്റെ ഔറത്ത് മറക്കുന്നു എന്നുള്ളത് അദബിൽപ്പെട്ട കാര്യമാണ്. വൽ വുദൂഅ വഗുസ്ലൽ ജനാബ, അതുപോലെ വതതഹുറ മിനൽ ഖുബ്തി മിനൽ അദബ്, അതുപോലെ തന്നെ വുദു എടുക്കുക, വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, അതുപോലെ തന്നെ മ്ലേച്ഛതകളിൽ നിന്ന് വൃത്തിയാവുക, ഇതെല്ലാം അദബിൽപ്പെട്ട കാര്യമാണ്. ഹത്താ യഖഫ ബൈന യദയില്ലാഹി ത്വാഹിറൻ, എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻപിൽ ഏറ്റവും പരിശുദ്ധിയോടുകൂടി നിൽക്കാൻ വേണ്ടി. അപ്പൊ ഇതെല്ലാം അദബിന്റെ ഭാഗമാണ്. വലിഹാദാ കാനൂ യസ്തഹിബ്ബൂന അൻ യതജമ്മല അർറജുലു ഫീ സ്വലാത്തിഹി ലിൽവുഖൂഫി ബൈന യദൈ റബ്ബിഹി, അതുകൊണ്ടാണ് മുസ്തഹബായിക്കൊണ്ട് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒരു അടിമ നിൽക്കുന്ന നൃത്തം ദുനിയാവിൽ എപ്പോഴാണ്? നിസ്കാരത്തിലാണ്. ചില ഹദീസുകൾ വന്നതുപോലെ അള്ളാഹു അവന്റെ മുഖം അടിമയുടെ മുഖത്തിന് നേരെയാക്കുന്ന സന്ദർഭമാണ് നിസ്കാരം. സുജൂദിലാണ് ഒരടിമ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമയിലേക്ക് ഏറ്റവും അടുക്കുന്ന അവസ്ഥ, ഖരീബായ അള്ളാഹു തആല ഏറ്റവും അടുക്കുന്ന അവസ്ഥ ഒരടിമ സുജൂദിലായിരിക്കുമ്പോഴാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഏറ്റവും നല്ല സൗന്ദര്യത്തോടുകൂടി ഭംഗിയോടുകൂടി നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നിൽക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. പല ആളുകളും അള്ളാഹുവിനോടുള്ള അദബ് അറിയാത്തത് കൊണ്ട് തന്നെ നിസ്കരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട മുആമലാത്തുകൾ, ഇബാദത്തുകളാവട്ടെ ദിക്റുകളാവട്ടെ അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം അതിലൊരു ശ്രദ്ധയില്ലാതെ നിസ്കാരം മാത്രം പറയുകയാണെങ്കിൽ ഏതെങ്കിലും മോശപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കെ മോശപ്പെട്ട വസ്ത്രങ്ങളും മുഷിഞ്ഞ വസ്ത്രങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ആളുകളെ കാണാം. പിന്നെ ഇബ്നുൽ ഖയ്യിം പറയുകയാണ് വകാന ലിബഅദി സലഫുകളിൽ ചിലർ, പ്രത്യേകിച്ചും സുഫിയാൻ സൗരിയിൽ നിന്നും മറ്റു പല പണ്ഡിതന്മാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഹുല്ലത്തുൻ, അവർക്ക് ചില ആളുകൾക്ക് എന്തുണ്ടാകും? നല്ല വസ്ത്രമുണ്ടാകും, നല്ല വസ്ത്രം. ബിമബ്ലഗിൻ അദീമിൻ മിനൽ മാൽ, വലിയ വില കൂടിയ വസ്ത്രങ്ങളായിരിക്കും. ആരെങ്കിലും ഹദിയയായിട്ട് നൽകിയതോ സമ്മാനമായി നൽകിയതോ ആയിട്ടുള്ള വളരെ മുന്തിയ വിലയുള്ള വസ്ത്രങ്ങളായിരിക്കും അത്. വകാന യൽബസുഹാ വഖ്ത സ്സലാ, അവരത് ധരിക്കാറുള്ളത് നിസ്കാരത്തിന് സമയത്ത് മാത്രമായിരിക്കും. സുഫിയാൻ സൗരിയുടെ ഒരു അസർ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ഒരു വ്യക്തി നല്ല വില കൂടിയ മുന്തിയ ഒരു വസ്ത്രം അദ്ദേഹത്തിന് ഹദിയയായിട്ട് നൽകി, സമ്മാനമായി നൽകി. അദ്ദേഹം അത് ധരിച്ച് വിദ്യാർത്ഥികളൊന്നും കാണുന്നില്ല. അദ്ദേഹം അത് രാത്രി നിസ്കാരത്തിന്റെ സമയത്ത് മാത്രമായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന നിലക്ക്. അപ്പോ സലഫുകളിൽ ചിലർ ആ നിസ്കാരത്തിന്റെ സമയത്ത് മാത്രം അത് ധരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവർ പറയുമായിരുന്നു റബ്ബി അഹഖ്ഖു മൻ തജമ്മൽതു ലഹു ഫീ സ്വലാത്തി, എന്റെ റബ്ബാണ് നിസ്കാരത്തിൽ ഏറ്റവും ഞാൻ നല്ല ഭംഗിയോടുകൂടി ഞാൻ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് എന്ന്, അതും നിസ്കാരത്തിലാണ് എന്ന് സൽഫുകൾ പറയാറുണ്ടായിരുന്നു. അള്ളാഹുവിനോടുള്ള അദബാണ്. വൽ മഖ്സൂദ്, ഇതിന്റെ ലക്ഷ്യം അന്നൽ അദബ മഅ അല്ലാഹി തബാറക വ തആല, അള്ളാഹുവിനോടുള്ള അദബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുവൽ ഖിയാമു ബിദീനിഹി, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക. വത്തഅദ്ദുബു ബിആദാബിഹി ളാഹിറൻ വബാത്തിൻ, പരസ്യമായതാവട്ടെ രഹസ്യമായതാവട്ടെ
നല്ല അദബുകൾ അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനോടുള്ള അദബിന്റെ ഉദ്ദേശം. വലാ യസ്തഖീമു ലിഅഹദിൻ ഖത്തുൽ അദ്ബു മഅല്ലാഹ് ഇല്ലാ ബിസലാസതി അഷ്യാ. 3 കാര്യങ്ങൾ കൊണ്ടല്ലാതെ അള്ളാഹുവിനോടുള്ള അദബ് ഒരടിമയിൽ നേരെ ചൊവ്വയാവുകയില്ല. 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഒരടിമക്ക് അള്ളാഹുവിനോടുള്ള അദബ് നേരെ ചൊവ്വ ആവുകയുള്ളൂ. ഏതൊക്കെയാണ്? മഅരിഫത്തും ബിഹി ബി അസ്മാഇഹി വസിഫാതിഹി, അള്ളാഹുവിന്റെ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും അവനെ മനസ്സിലാക്കുമ്പോൾ. വമഅരിഫത്തുൻ ബിദീനിഹി വശർഇഹി വമാ യുഹിബ്ബു വമാ യക്റഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കുറിച്ച്, ദീനി നിയമങ്ങളെ കുറിച്ച്, അള്ളാഹു എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്താണ് വെറുക്കുന്നതിനെ കുറിച്ച് അറിവുണ്ടാകണം. ഒന്ന്, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അറിവുണ്ടാകണം. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും ദീനി നിയമങ്ങളെ കുറിച്ചും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ്, അള്ളാഹുവിന് വെറുക്കുന്നത് എന്താണെന്ന് അറിവുണ്ടാകണം. മൂന്നാമത്തേത് വനഫ്സുൻ മുസ്തഇദ്ദത്തുൻ ഖാബിലത്തുൻ ലയ്യിനത്തുൻ, ഒരു മനസ്സുണ്ടായിരിക്കണം, ഒരു അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള, വളരെ ലോലമായിട്ടുള്ള, കിബറില്ലാതെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ തക്കതായ രീതിയിലുള്ള, മുതഹയ്യത്തുൻ ലിഖബൂലിൽ ഹഖ് ഇൽമൻ വഅമലൻ വഹാലൻ, എല്ലാ അവസ്ഥയിലും അറിവാവട്ടെ കർമ്മമാവട്ടെ അദബുകളാവട്ടെ എന്തോ ആവട്ടെ അള്ളാഹുവിന്റെ ദീനിയായിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളാണ്, അള്ളാഹുവിന്റെ വിരോധനങ്ങളാണ്, അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. അല്ലാഹുൽ മുസ്തആൻ. 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരാൾക്ക് അള്ളാഹുവിനോടുള്ള അദബ് നേരെ ചൊവ്വയെ കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും കുറിച്ച് അറിവുണ്ടായിരിക്കണം. 2, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും ശർഈ നിയമങ്ങളെ കുറിച്ചും അള്ളാഹു എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്താണ് വെറുക്കുന്നതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. 3, ഈ അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനങ്ങളും അദബുകളും എല്ലാം സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനസ്സ് അവനുണ്ടായിരിക്കണം. ഈ 3 എണ്ണം ഉണ്ടെങ്കിലേ അള്ളാഹുവിനുള്ള അദബ് നേരെ ചൊവ്വയെ കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ അദബ്, ഒന്നാമത്തെ നമ്മൾ അള്ളാഹുവിനോടുള്ള അദബാണ് ഇത്ര നേരം പറഞ്ഞത്. രണ്ടാമത്തേത് അൽ അദബു മഅർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബ്. വമ്മൽ അദബു മഅർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽ ഖുർആൻ മംലൂഉൻ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബ് ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. അഥവാ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കേണ്ട അദബുകൾ. ഫറസുൽ അദബി മഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കേണ്ട അദബിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമാലുത് തസ്ലീമി ലഹു, പൂർണ്ണമായ കീഴൊതുങ്ങൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിരോധിച്ചാൽ അതിനോട് തസ്ലീം, കീഴൊതുങ്ങുക. അതെന്താ അങ്ങനെ, അത് എന്താ ഇങ്ങനെ, ഇവർക്ക് അങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ, സ്ത്രീകൾക്ക് അങ്ങനെയാണ് പുരുഷന്മാർക്ക് ഇങ്ങനെയാണ്, അങ്ങനെ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ അത് എന്നെ ബാധിക്കുന്നതാണോ അത് കീഴൊതുങ്ങുക. വലിൻഖിയാദു ലിഅംരിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ അനുസരിക്കുക. വതലഖി ഖബരിഹി ബിൽ ഖബൂൽ വത്തസ്ദീഖ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളാവട്ടെ, അഥവാ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാവട്ടെ, ഇനി മരണശേഷം വരാൻ പോകുന്ന പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചോ അതിനെ സത്യപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവുക, അതിനെ സ്വീകരിക്കുക. ദൂന യുഹമ്മിലഹു മുആറളത ഖയാലിൻ ബാതിലിൻ, അതല്ലാതെ അഥവാ അത് അങ്ങനെ സ്വീകരിക്കാതെ സത്യപ്പെടുത്താതെ പിഴച്ച ചിന്തകൾ, ബാത്തിലായ ചിന്തകൾ കൊണ്ട് പേര് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. യുസമ്മീഹി മഅഖൂലൻ, അതിനെന്നിട്ട് ആളുകൾ പറയും മഅഖൂൽ, ഇതാണ് യുക്തിപരമായിട്ടുള്ളത്. റാഷണലായി ചിന്തിക്കുകയാണെങ്കിൽ, യുക്തിഭദ്രമായി ചിന്തിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കണം, ഇതിങ്ങനെയാകാൻ പാടില്ല എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ നിൽക്കൂല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, എന്ത് കാര്യമാവട്ടെ, ഒരു കാര്യം പറഞ്ഞു, അത് സഹീഹായി കൊണ്ട് സനദോടു കൂടി നമുക്ക് ലഭിച്ചു, അതിനെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അതല്ലാതെ അതിനെതിരെ ചിന്തകന്മാരുടെ ചിന്തയോ അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ള തത്വങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് പിഴച്ച ചിന്തകളെ പേര് നടക്കുന്ന ഒരവസ്ഥ ഒരു മുസ്ലിമിന് ഉണ്ടാകില്ല. ഔ യുഹമ്മിലഹു ശുബ്ഹതൻ ഔ ശക്കൻ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ച ഒരു കാര്യത്തെ സംശയത്തോടു കൂടി അതങ്ങനെ ആവുമോ അതങ്ങനെ അല്ലേ
ഇനി അങ്ങനെ വല്ല കാര്യങ്ങൾ ഉണ്ടാവുമോ എന്ന സംശയത്തോടു കൂടി അതിനെ കൊണ്ടു കിടക്കാൻ പാടില്ല. പൂർണ്ണമായി കീഴുതുങ്ങലും അംഗീകരിക്കലും സത്യപ്പെടുത്തലും അവിടെ ഉണ്ടാവണം. ഔ യുഖദ്ദിമ അലൈഹി ആറാ അർ-റിജാൽ, അല്ലെങ്കിൽ മറ്റു ചില ആളുകൾ ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനേക്കാൾ മറ്റു വലിയ ചിന്തകന്മാരുടെയോ ശാസ്ത്രജ്ഞന്മാരുടെയോ നേതാക്കന്മാരുടെയോ ചിന്തകളെയും വാക്കുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനേക്കാളും വാക്കിനേക്കാളും പ്രാധാന്യവും സ്ഥാനവും കൊടുക്കുന്ന അവസ്ഥ അതുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ വസബാലാത്തി അദ്ഹാനിഹിം, ഇങ്ങനെയുള്ള ചിന്തകന്മാരുടെ ചിന്തയിൽ ഉരുത്തിരുന്നു വരുന്ന അവരുടെ വിസർജ്യങ്ങൾ പേറി നടക്കുന്ന അവസ്ഥ. ഫയുവഹിദുഹു ബിത്തഹ്കീം വത്തസ്ലീം, മുസ്ലിം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദബുള്ള ഒരാൾ ചെയ്യേണ്ടത്, ഏതൊരു വിധിയാവട്ടെ ഏതൊരു കാര്യമാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണോ അതിന് കീഴൊതുങ്ങുന്ന അവസ്ഥ. വലിൻഖിയാദ് വൽഇദ്ആൻ, പൂർണ്ണമായ സമർപ്പണം അവിടെ ഉണ്ടാവുക. കമാ വഹദൽ മുർസില ബിൽ ഇബാദ വൽ ഖുദൂഇ വദ്ദുൽ, ഏതുപോലെയായിരിക്കണം അത്? എങ്ങനെയാണോ മുർസിൽ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹു സുബ്ഹാനഹു വതആല. നിയോഗിച്ചവൻ ആരാണ്? അല്ലാഹു തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മുമ്പിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ പൂർണ്ണമായ താഴ്മയും വിധേയത്വവും എങ്ങനെയാണോ കാണിക്കുന്നത്, വൽ ഇനാബത്തി വത്തവക്കുൽ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങലും ബരമേൽപ്പിക്കലും എങ്ങനെയാണോ ചെയ്യുന്നത്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്ന കാര്യങ്ങളോട് അനുസരണവും സത്യപ്പെടുത്തലും ഉണ്ടായിരിക്കണം. വമിനൽ അദബി മഅർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബിൽപ്പെട്ടതാണ് അല്ലാ യതഖദ്ദമ ബൈന യദൈഹി ബിഅംരിൻ വലാ നഹീം, ഒരു കാര്യത്തിന്റെ മേലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻകടക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുടെ വിഷയത്തിലാവട്ടെ വിരോധനത്തിന്റെ വിഷയത്തിലാവട്ടെ അതിനെ മറികടന്നുകൊണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. വലാ ഇദ്നിൻ വലാ തസറുഫിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം നൽകുന്ന കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു കാര്യം ചെയ്യുന്ന വിഷയത്തിലാവട്ടെ, ഹത്താ യഅ്മുറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പനയിലാണ് നിൽക്കേണ്ടത്. വയൻഹാ വയഅ്ദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിരോധിക്കണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകണം. എന്നാൽ മാത്രമേ ആ കാര്യത്തിലേക്ക് മുന്നിടാൻ പാടുകയുള്ളൂ. അഥവാ ദീനിയായിട്ടുള്ള അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള ഏതൊരു കാര്യമാവട്ടെ അതിൽ അവിടുത്തെ കൽപ്പനക്കപ്പുറത്തേക്കൊരു കാര്യം ഒരു വിഷയത്തിലും ഉണ്ടാകാൻ പാടില്ല. കമാ ഖാല തആല, ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹുജറാത്തിലെ 1-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി, ഏ മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും മുൻകടക്കാൻ പാടില്ല. അല്ലെങ്കിൽ അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത രീതിയിൽ അല്ലാഹുവിനെ ആരാധിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വിരോധിച്ച കാര്യം അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചൊരു കാര്യം ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബിൽപ്പെട്ട കാര്യമാണ് അത്. വഹാദാ ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ ലം യുൻസഖ്, ഇബ്നു ഖയ്യിം പറയുകയാണ്, ഈ ഒരു നിയമം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻകടക്കാൻ പാടില്ല എന്നുള്ളത് അന്ത്യനാൾ വരെ നസ്ഖ് ചെയ്യപ്പെടാതെയുള്ള നിലനിൽക്കുന്ന നിയമമാണ്. ഫതഖദ്ദുമു ബൈന യദൈ സുന്നതിഹി ബഅദ വഫാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകടക്കരുത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോ വിരോധനമൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പില്ല. പറയാൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാനോ വിരോധിക്കാനോ അവിടെ ഇല്ല. പക്ഷേ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്ക് മുൻകടക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കത്തഖദ്ദുമി ബൈന യദൈ ഫി ഹയാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അവിടുത്തെ കൽപ്പന വരുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യുകയോ അവിടുത്തെ വിരോധനം വന്നതിന് ശേഷം ഒരു കാര്യം ചെയ്യുകയോ ചെയ്യുന്നത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോടും ആ നിലക്ക് നിൽക്കണം. വലാ ഫർഖ ബൈനഹുമാ ഇൻദ ദി അഖ്ലിൻ സലീമിൻ, ഈ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നേരെ ചൊവ്വയുള്ള ബുദ്ധിയുള്ള ഒരാളുടെ മുമ്പിലും വ്യത്യാസം ഉണ്ടാവില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അവിടുത്തെ മുൻകടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവിടുന്ന് കൽപ്പിച്ചാൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, വിരോധിച്ചാല്. അതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ ഇവിടെ ഉണ്ട്, ഹദീസുകൾ ഉണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകളും വിരോധനങ്ങളും മൗനാദിവാദങ്ങളും എല്ലാം നമുക്കവിടെ ലഭ്യമാണ്. അതിനോടും ഇതേ അദബാണ് കാണിക്കേണ്ടത് എന്നാണ് ഇബ്നു ഖയ്യിം പറയുന്നത്. വമിനൽ അദബി മഅഹു, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബിൽപ്പെട്ടതാണ് അല്ലാ തുർഫഅൽ അസ്വാതു ഫൗഖ സൗതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനേക്കാൾ ഉയർന്ന രീതിയിൽ ശബ്ദമുണ്ടാക്കാതിരിക്കുക എന്നുള്ളത്. ഖുർആനിൽ തന്നെ അല്ലാഹു തആല വിരോധിച്ചിട്ടുള്ള കാര്യമാണത്. കർമ്മങ്ങൾ നിഷ്ഫലമാകാൻ കാരണമാകുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനേക്കാൾ ഉയർന്ന ശബ്ദമുണ്ടാക്കുക എന്നുള്ളത്. ഫഇന്നഹു സബബുൻ ലിഹുബൂത്തിൽ അഅമാൽ,
അങ്ങനെ ശബ്ദമുണ്ടാക്കിയാൽ അത് അവന്റെ കർമ്മം നിഷ്ഫലമാകാൻ കാരണമാകുന്ന കാര്യമാണ്. ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ന് ഈ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനേക്കാൾ, അവിടുത്തെ അധ്യാപനങ്ങളെക്കാൾ മറ്റുള്ള വ്യക്തികളുടെയും അല്ലെങ്കിൽ മറ്റുള്ള പ്രത്യയശാസ്ത്രങ്ങളെയും മറ്റുള്ള ആദർശങ്ങളുടെയും അഭിപ്രായങ്ങളെയും നിയമങ്ങളെയും എല്ലാം ഉയർത്തിക്കാണിക്കുന്നൊരവസ്ഥ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ നിയമങ്ങളെക്കാൾ ഇന്നതാണ് നല്ലത്, ഇന്നതാണ് കൂടുതൽ യോജിച്ചത്, ഇതാണ് ശരിയായിട്ടുള്ളത് എന്ന ആളുകൾ സുബ്ഹാനല്ലാഹ് പിന്നെ വളരെ വിഷമത്തോടു കൂടി ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വരുന്ന പൊതുസമൂഹത്തിലെ മുസ്ലിം യുവാക്കളും യുവതികളും ചെറുപ്പക്കാരും കൗമാരപ്രായത്തിലുള്ളവരുമെല്ലാം ഇസ്ലാമിന്റെ നിയമങ്ങളെ അവരാണ് പറയുന്നത്. അവർ പറയുന്നു, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ത്രീകൾ, വളരുന്ന പെൺകുട്ടികൾ, പൊതുസമൂഹത്തിലുള്ള ആളുകൾ അവർ പറയുകയാണ്, പുരുഷന്മാർക്ക് ഇസ്ലാമിൽ സുഗന്ധം ഉപയോഗിക്കാം, പുറത്തു പോകുമ്പോൾ സുഗന്ധം ഉപയോഗിക്കാം, ഒരു തെറ്റല്ല. സ്ത്രീകൾ ഉപയോഗിച്ചാൽ അവർ വിചാരികളാണെന്ന് ഇസ്ലാമിൽ പറയുന്നു. എന്നിട്ട് അവർ പറയുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉപയോഗിച്ചാൽ? എന്നിട്ട് അവർ മുസ്ലിമിന്റെ പേരിലാണ് നിൽക്കുന്നത്. ഞാൻ മുസ്ലിമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവർ പറയുന്നു, മുസ്ലിമുകൾക്ക് എന്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൂടാ? ഇനി അതല്ലെങ്കിൽ അനന്തരാവകാശ സ്വത്തിന്റെ വീതിക്കുന്നിടത്ത് പുരുഷന്മാർക്ക് 2 ഓഹരി, അതേസമയം സ്ത്രീകൾക്ക് 1 ഓഹരി, അതങ്ങനെ പാടില്ല, ഒരുപോലെ ആയിരിക്കണം വീതിക്കേണ്ടത്. നാം ചോദിക്കുന്നത് പിന്നെ അവരുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളോ അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലെ പറയുന്ന ആളുകളുടെ വീക്ഷണങ്ങളോ ആണോ ഇസ്ലാമിന്റെ നിയമമായിട്ട് അവർ അംഗീകരിക്കേണ്ടത്? അല്ലെങ്കിൽ അവർക്ക് പറ്റില്ലെങ്കിൽ അവർക്ക് പറയാം, ഇസ്ലാമിന്റെ ഈ നിയമം എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ഇസ്ലാമിന്റെ നിയമം അനുസരിക്കുന്നില്ല. ഇസ്ലാമിനകത്ത് ഇതിങ്ങനെയാണ് ശരിയാകേണ്ടതെന്ന് പറയേണ്ടത് അവരല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക്, ഈ ദീനിന്റെ നിയമങ്ങൾക്ക്, അവിടുത്തെ ഹദീസുകൾക്ക് മുകളിലായിക്കൊണ്ട് മറ്റുള്ള ചിന്തകൾ പറയുക എന്നുള്ളത് ഏതുപോലെ തന്നെയാണ്. ഏതുപോലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദത്തിനേക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കുന്ന പോലെ തന്നെയാണ് അവിടുത്തെ അധ്യാപനങ്ങളെക്കാളും അവിടുത്തെ നിയമങ്ങളെക്കാളും അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ ശരിയായത് ഇന്ന ഇന്ന കാര്യങ്ങളാണ്, ഇന്ന ഇന്ന ചിന്താഗതികളാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുന്നത്തിന്റെ മേലെ മറ്റു പല ചിന്തകളെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദത്തിന് മേലെ ശബ്ദമുയർത്തുന്നത് പോലെയാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതറാ ദാലിക മൂജിമൻ ലിഖബൂലിൽ അഅമാൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളെക്കാൾ മറ്റാളുകളുടെ സ്വന്തം ചിന്തയാവട്ടെ മറ്റുള്ള വ്യക്തികളുടെ ചിന്തകളാവട്ടെ അതിനെ ഉയർത്തി കാണിക്കുന്ന ആളുകൾ അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ യോഗ്യമാകുന്ന ഒരു കാര്യമാകുമെന്ന്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദത്തിനേക്കാൾ ശബ്ദം ഉയർത്തിയാൽ തന്നെ കർമ്മങ്ങൾ എന്താവും? നിഷ്ഫലമാകും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങളെക്കാൾ മറ്റുള്ള അധ്യാപനങ്ങളാണ് നല്ലത് എന്ന് പറയുന്നവരെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതാകുമോ? ശബ്ദം ഉയർത്തിയാൽ തന്നെ കർമ്മ നിഷ്ഫലമാകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങളെക്കാൾ മറ്റൊന്നാണ് വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കർമ്മം സ്വീകരിക്കുന്ന അവസ്ഥയിലാകുമോ എന്നുള്ളത്. എന്നിട്ട് പറയുകയാണ് അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബിൽ പെട്ടതാണ് അല്ലാ യുസ്തശ്കല ഖൗലുഹു ബൽ യസ്തശ്കിലുൽ ആറാ ലിഖൗലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ട് എന്ന നിലക്ക് കൊണ്ടുനടക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, അറിയിച്ചൊരു കാര്യം, അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, കുഴപ്പം, അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. എന്നാൽ അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, ഇപ്പുറത്ത് ശാസ്ത്രമാവട്ടെ, ശാസ്ത്രജ്ഞന്മാരാവട്ടെ, ചിന്തകന്മാരാവട്ടെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകളാവട്ടെ, അവർ മറ്റൊന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മുസ്ലിമിന് എന്താ ഉണ്ടാകേണ്ടത്? അവർ പറഞ്ഞ കാര്യം ആലോചിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നാൽ അതിന് കുഴപ്പമാണോ നോക്കേണ്ടത്? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം സത്യമാണ്, ശരിയാണ്, അവർ പറഞ്ഞതിൽ മാത്രമേ കുഴപ്പമുണ്ടാകുള്ളൂ. അങ്ങനെയാണ് ഒരു മുസ്ലിം ചിന്തിക്കേണ്ടത്. അതാണ് മറ്റുള്ളവരുടെ വാക്കുകളെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതിന് മാറ്റം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ അന്ത്യനാൾ വരെ അതേപോലെ തന്നെ നിലകൊള്ളുകയും ചെയ്യും. വലാ യുആരിദു നഫ്സുഹു ബിഖിയാസിൻ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള പ്രമാണങ്ങൾ ഖിയാസ് കൊണ്ട് അതിനെ എതിർത്ത് നിൽക്കാൻ പാടില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പ്രമാണമായി കൊണ്ട് കൃത്യമായി പറഞ്ഞു, പിന്നെ താരതമ്യ പഠനം ചെയ്ത് അത് അങ്ങനെയായാൽ ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ ആയാൽ ഇങ്ങനെയാണ് വേണ്ടത് എന്ന നിലക്ക് സുന്നത്തിനെതിരായിക്കൊണ്ട്, ഹദീസുകൾക്കെതിരായിക്കൊണ്ട് ഖിയാസിനെ കൊണ്ടുവരാൻ പാടില്ല. സുന്നത്തിൽ എന്താണോ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത് അതാണ് ശരിയായിട്ടുള്ളത്.
ബൽ തുഹ്ദറുൽ അഖീസതു വതൽഗാ ലിനുസൂസിഹി. എന്നാൽ ഈ പ്രമാണങ്ങൾക്ക് മുമ്പിൽ ഈ താരതമ്യം ചെയ്യുന്ന, ഖിയാസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന, അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയാണല്ലോ വേണ്ടത് എന്ന നിലക്കുള്ളത് തകർക്കപ്പെടുകയും തള്ളിക്കളയുകയുമാണ് വേണ്ടത്. അപ്പൊ സ്ഥിരപ്പെട്ടൊരു ഹദീസ്, ഒരു സുന്നത്ത് അവിടെ ഉണ്ട് എങ്കിൽ പിന്നെ താരതമ്യ പഠനങ്ങൾ അതിന് കൊണ്ടുവരേണ്ടതല്ല. വലാ യുഹർരിഫു കലാമുഹു അൻ ഹഖീഖതിഹി ലിഖയാലിൻ യുസമ്മീഹി അസ്ഹാബുഹു മഅഖൂലൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ പുത്തൻ ചിന്താഗതിക്കാർ അല്ലെങ്കിൽ യുക്തി ചിന്തകന്മാർ അല്ലെങ്കിൽ അതുപോലെയുള്ള ചിന്തകന്മാർ കൊണ്ടുവരുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളുടെ മേലെ എന്ത് ചെയ്യാൻ പാടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ മാറ്റി തിരുത്താൻ പാടില്ല, വ്യാഖ്യാനിക്കാൻ പാടില്ല. ചില ആളുകൾ ഇന്ന് സമൂഹത്തിൽ ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുന്ന ധാരാളം ആളുകൾ, പ്രത്യേകിച്ചും പക്വതയില്ലാത്ത, ദീനിന്റെ അടിസ്ഥാനങ്ങൾ പഠിക്കാത്ത, ദഅവത്തിന്റെ മൻഹജ് കൃത്യമായി പിന്തുടരാത്ത ധാരാളം ആളുകൾ കാണുന്ന ഒരു അപകടമാണ് ശാസ്ത്രത്തിന്റെയും അല്ലെങ്കിൽ ഇൽമുൽ കലാമിന്റെയും വചനശാസ്ത്രത്തിന്റെയും അകമ്പടിയോടുകൂടി ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ നിൽക്കുമ്പോൾ അവർ സംസാരിക്കുന്ന സംസാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ഒപ്പിച്ചുകൊണ്ട് എതിർകക്ഷിയിലുള്ള നിരീശ്വരവാദികളാവട്ടെ മറ്റുള്ള ആളുകളാവട്ടെ അവർ പറയുന്ന വാക്കുകൾക്ക് ഒപ്പിച്ചുകൊണ്ട് ഇതിനെ മാറ്റത്തിരുത്തലുകൾ വരുത്തി അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരിക്കലും അങ്ങനെ പാടില്ല. അവർക്ക് വേണമെങ്കിൽ അംഗീകരിച്ചാൽ മതി, അവർക്ക് വേണമെങ്കിൽ അത് ഉൾക്കൊണ്ടാൽ മതി, അവർ വേണമെങ്കിൽ അത് അനുസരിച്ചാൽ മതി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം അതാണ് ശരിയായിട്ടുള്ളത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബുകൾ. അൽ അദബു മഅൽ ഖൽഖ്, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട അദബുകൾ, മര്യാദകൾ. വഅമ്മൽ അദബു മഅൽ ഖൽഖ്, സൃഷ്ടികളോടുള്ള മര്യാദകൾ പെട്ടതാണ്. ഫഹുവ മുആമലതുഹും, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അവരോടുള്ള ഇടപഴകലാണ്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളോടുള്ള ഇടപഴകൽ. അല ഇഖ്തിലാഫി മറാതിബിഹിം ബിമാ യലീഖു ബിഹിം, അവരുടെ വ്യത്യസ്ത മർത്തബകളിൽ അവർക്ക് യോജിച്ച രീതിയിൽ. അഥവാ നമ്മൾ ഇടപഴകുന്ന ആളുകൾ പല ആളുകളുണ്ടാവും നമ്മുടെ ചുറ്റിൽ. നമ്മുടെ പ്രായം കുറഞ്ഞ ആളുകളുണ്ടാവും, നമ്മേക്കാൾ പ്രായം കൂടിയ ആളുകളുണ്ടാവും, ഒരേ പ്രായത്തിലുള്ള ആളുകളുണ്ടാവും, നമ്മളെക്കാൾ അധികാരവും സമ്പത്തുമുള്ള ആളുകളുണ്ടാവും, കുറഞ്ഞ ആളുകളുണ്ടാവും, നമ്മേക്കാൾ അറിവുള്ളവരുണ്ടാവും, അറിവ് കുറഞ്ഞവരുണ്ടാവും, പലതരത്തിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഓരോ ആളുകളുടെയും മർത്തബകൾ അനുസരിച്ച്, അവരുടെ സ്ഥാനങ്ങൾ അനുസരിച്ച് കൊണ്ട് അവരോട് ഇടപഴകേണ്ട രീതിയിൽ ഇടപഴകുക. വലിക്കുല്ലി മർത്തബത്തിൻ അദബുൻ, എല്ലാ മർത്തബയിലും അതിൻ്റെ അദബുണ്ട്. അതായത് ഓരോ ആളുകളോടും പെരുമാറേണ്ടതിന് അതിൻ്റെതായ മര്യാദകളുണ്ട്. വൽ മറാത്തിബു ഫീഹാ അദബുൻ ഖാസുൻ, ഇനി ചില മർത്തബകളിൽ പ്രത്യേകമായിട്ടുള്ള മര്യാദകളുമുണ്ട് ഓരോ വ്യക്തികളോട്. എന്നിട്ട് പറയുന്നത് ഫമഅൽ വാലിദൈനി അദബുൻ ഖാസുൻ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളോട് കാണിക്കേണ്ട മര്യാദ പ്രത്യേകമായിട്ടുള്ളതാണ്. മാതാപിതാക്കളോട് മറ്റുള്ള ആളുകളെക്കാൾ പ്രത്യേകമായ ചില മര്യാദകളുണ്ട്. വലിൽ അബി മിൻഹുമാ അദബുൻ ഹുവ അഖസ്സു ബിഹി, അതിൽ തന്നെ ഉപ്പാനോട് കാണിക്കേണ്ട മര്യാദകൾ പ്രത്യേകമായിട്ടുണ്ട്. പിതാവിനോട്, സ്വന്തം ഉപ്പയോട് കാണിക്കേണ്ട മര്യാദകൾ പ്രത്യേകമായിട്ടുള്ളതുണ്ട്. വമഅൽ ആലിമി അദബുൻ ആഖർ, ഒരു ഇൽമുള്ള ആളോട്, ഒരു പണ്ഡിതനോട് കാണിക്കേണ്ട അദബ് വേറെ രീതിയിലാണ്. വമഅസ് സുൽത്താനി അദബുൻ യലീഖു ബിഹി, അതുപോലെ തന്നെ ഒരു അധികാരിയോട്, ഭരണാധികാരിയോട് കാണിക്കേണ്ട അദബ് വേറെ രീതിയിലാണ്. വലഹു മഅൽ അഖ്റാനി അദബുൻ യലീഖു ബിഹി, അതുപോലെ തന്നെ തന്നോടൊപ്പമുള്ള കുടുംബക്കാരാവട്ടെ, അടുത്ത ആളുകൾ, നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാർ, അയൽവാസികൾ, അങ്ങനെ പലതരത്തിലുള്ള ബന്ധുക്കൾ, അവരോടുള്ള അദബ് ഒരു രീതിയിലാണ്. വമഅൽ അജാനിബി അദബുൻ ഗൈറു അദബിഹി മഅ അസ്ഹാബിഹി വദവി ഉൻസിഹി, എന്നാൽ അവനോട് അത്ര അടുപ്പമില്ലാത്ത കുറച്ച് അകന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരോടുള്ള അദബ് നമ്മുടെ അടുത്ത ആളുകളോടുള്ള പോലെയല്ല, വേറെ രീതിയിലാണ് അവരോടുള്ള അദബ്. അതുപോലെ തന്നെ അതിഥിയോട് കാണിക്കേണ്ട അദബുകളുണ്ട്. അത് വീട്ടുകാരോട് കാണിക്കുന്ന പോലെയല്ല, നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള, നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ആളുകളോട് കാണിക്കുന്ന പോലെയല്ല അതിഥിയോടുള്ള അദബ്, അത് വ്യത്യാസമുണ്ട്. ഒരു മനുഷ്യന്റെ അദബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ല മര്യാദകൾ ഉണ്ടാവുക എന്നതാണ് അവന്റെ വിജയത്തിന്റെയും അവന്റെ സൗഭാഗ്യത്തിന്റെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഒരാൾക്ക് അദബ് കുറയുക എന്നുള്ളത് അവന്റെ നഷ്ടത്തിന്റെയും ദൗർഭാഗ്യത്തിന്റെയും കാരണവുമാണ്. അദബ് പോലെ നല്ല മര്യാദകൾ ഉള്ളതുപോലെ ദുനിയാവിലെയും പരലോകത്തിലെയും ഖൈർ കൊണ്ടുവരുന്ന മറ്റൊന്നുമില്ല. അദബ് കുറഞ്ഞു പോകുന്നതിലൂടെ കൂടെ ദുനിയാവിലെയും പരലോകത്തിലെയും നഷ്ടം വരുന്നത് പോലെ മറ്റൊന്നുമില്ല. ഫൻദുർ ഇലൽ അദബി മഅൽ വാലിദൈൻ, എന്നിട്ട് പറയുകയാണ്
മാതാപിതാക്കളോട് കാണിച്ച അദബുകൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. കൈഫ നജ്ജാ സ്വാഹിബഹു മിൻ ഹബ്സിൽ ഗാരി ഹീന അത്ബഖത് അലൈഹിം അസ്സഖറ. നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയിച്ചിട്ടുള്ള, നമുക്ക് ഏറ്റവും അറിയുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഭവമാണ്, 3 ആളുകൾ ഗുഹയിലകപ്പെട്ട സംഭവം. അതിൽ തന്റെ ഉപ്പയോടും ഉമ്മയോടും കാണിച്ച അദബിന്റെ പേരിൽ അവരുടെ ഗുഹാമുഖത്തുള്ള ആ പാറക്കെട്ട് നീങ്ങിയ ആ സംഭവം നമുക്കറിയാം. ആ അദബ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വലിഖ്ലാലു ബിഹി മഅൽ തഅ്വീലൻ വഇഖ്ബാലൻ അലസ്സലാ. അതുപോലെ തന്നെ ജുറൈജിന്റെ ചരിത്രവും. നിസ്കാരമാണ്, അല്ലെങ്കിൽ ഐച്ഛികമായ നിസ്കാരമാണ് ഉമ്മാന്റെ വിളിയേക്കാൾ സ്ഥാനം കൊടുക്കേണ്ടത് എന്ന് സ്വന്തമായി തഅ്വീൽ ചെയ്തതിന്റെ പേരിൽ അവനുണ്ടായ ആ സംഭവം, ആ അദബ് കേടിന്റെ മേലെ ഉണ്ടായത് ആലോചിച്ചു നോക്കൂ. കൈഫ ഉംതുഹിന സാഹിബുഹു ബിഹദ്മി സൗമഅതിഹി വദർബിൻ നാസി ലഹു വറമ്മിഹി ബിൽ ഫാഹിഷ. അവനുണ്ടായ അവസ്ഥ എന്താണ്? അവൻ ആരാധിക്കാൻ വേണ്ടി മാറി നിന്ന് അവന്റെ കെട്ടിടം തകർക്കപ്പെട്ടു, ജനങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു, അതുപോലെ തന്നെ മ്ലേച്ഛമായ ആരോപണങ്ങൾ അവന്റെ നേരെ നേരിടേണ്ടി വരികയും ചെയ്തു. അപ്പോ മാതാപിതാക്കളോടുള്ള അദബ് നല്ല രീതിയിലാകുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളും അതല്ല എങ്കിലുള്ള ദോഷങ്ങളും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫസ്ല്, ഈ ഒരു മഞ്ജിലത്തുൽ അദബ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെയധികം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മഞ്ജിലത്താണ് മഞ്ജിലത്തുൽ അദബ്. അടുത്ത മഞ്ജിലത്തുൽ യഖീനാണ്. ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കാം.